പകർത്തുവാൻ കഴിയുമോ എന്നുള്ളതാണ് പാഠപുസ്തകമാണ് സ്വാഭാവികമായിട്ടും. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, ഇന്ത്യൻ സ്വാതന്ത്ര്യ കോൺഗ്രസ് കമ്മിറ്റിമാരുമായുള്ള ചാർജ് ചെറിയ നടത്തേണ്ടതുണ്ട്. പ്രധാനപ്പെട്ട ഋഷിപ്പൽപ്പു ആസാദിന്റെ കോർപ്പറേഷൻ ജിയോ നാസർ എല്ലാവരുടെ ആളുകൾ സ്നേഹത്തോടെ സംസാരിക്കാൻ അത് സംസാരിക്കില്ല. നന്ദി പറയുന്നതിന് വേണ്ടി രാഷ്ട്രീയ വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ പ്രധാനമന്ത്രി ഇന്ദിരാജിയുടെ 107ാം ജന്മദിനത്തിൽ പങ്കെടുത്ത എല്ലാ ഭാരവാഹികൾക്കും സുഹൃത്തുക്കൾക്കും നന്ദി പറഞ്ഞു. ഒരു ഇന്ത്യക്കാരനും നാണക്കേടുണ്ടാകും. ആ നാണക്കേടിന്റെ പര്യായമാണ് കഴിഞ്ഞ ദിവസങ്ങളായി അവിടെ അമിത്ഷാ, ഇന്നലെ RSSന്റെ ഏറ്റവും ഉന്നതാധികാരിയെ മോഹൻ ഭഗവത് പോലും പറഞ്ഞിരിക്കുന്നു, മണിപ്പൂരിൽ സമാധാനം ഉണ്ടാക്കാൻ സർക്കാർ ഇടപെടണം, ആഭ്യന്തരം പരാജയമാണ്. ആ പറയുന്ന രീതിയിലേക്ക് BJP ഭരണത്തിൽ കൊണ്ടുവരാൻ വേണ്ടി പ്രവർത്തിച്ച രാഷ്ട്രീയമായ ഹിന്ദുത്വ സംഘടനകൾ ഉൾപ്പെടെ അവർ പോലും അതിനെ അപലപിക്കുന്നു. ഇങ്ങനെ നമ്മുടെ രാജ്യത്ത് വംശീയത വർഗീയത ആളിക്കത്തുകയാണ്. അതിന്റെ അർത്ഥം മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പും ജാർഖണ്ഡിലെ തെരഞ്ഞെടുപ്പിലൊക്കെ നരേന്ദ്രമോദിയും അമിത്ഷായും ഉപയോഗിച്ച വംശീയാധിപത്യവും അവർക്ക് വോട്ട് കിട്ടാൻ വേണ്ടി അവർ മുസ്ലിം വിഭാഗങ്ങൾക്ക് നേരെ മഹാരാഷ്ട്രയിൽ പ്രത്യേകിച്ച് നടത്തുന്ന അവരുടെ ആക്രമണങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ നമ്മൾ കാണുന്നു. അവർക്ക് ജനാധിപത്യ സംവിധാനങ്ങളും ഭരണഘടനയുമല്ല. ഞാൻ സൂചിപ്പിച്ചു വരുന്നത്, ഇന്ത്യയുടെ സംസ്ഥാനമായിരുന്ന പഞ്ചാബിൽ തീവ്രവാദികള് ഭിന്ദ്രൻവാലയുടെ നേതൃത്വത്തിൽ പഞ്ചാബ് സംസ്ഥാനം വെട്ടിമുറിക്കാൻ വേണ്ടി ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ കർഷക സംസ്ഥാനമായ പഞ്ചാബിനെ സ്വതന്ത്ര സംസ്ഥാനമാക്കാൻ വേണ്ടി ഭിന്ദ്രൻവാലയുടെ നേതൃത്വത്തിൽ നടന്ന വലിയ സമരങ്ങൾ അക്രമശക്തമായപ്പോൾ ഇന്ദിരാഗാന്ധി ബ്ലൂ സ്റ്റാർ ഓപ്പറേഷനിലൂടെ സുവർണക്ഷേത്രത്തിൽ ഇന്ദിരാഗാന്ധി ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ നടത്തി ഭിന്ദ്രൻവാലയെ വധിക്കാനുള്ള തീരുമാനമെടുത്തു. ഭിന്ദ്രൻവാല വധിക്കപ്പെട്ടു. അങ്ങനെ